കാണിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ എഴുതിയിട്ടിരിക്കും. Incoming call from Putin identified by Truecaller. നമസ്കാരം. ഇത് ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ നടത്തുന്ന സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പാണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് പുനലൂരിലും പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ ഗ്രാമാന്തരങ്ങളിലും കിട്ടുന്ന എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് ഗ്രാമീണരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള കാഴ്ച പ്രശ്നങ്ങളുള്ള നിർദ്ധനരായ ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായ ചികിത്സാ സഹായം നൽകുക എന്നതാണ് ഞങ്ങളുടെ ഈ സൗജന്യ നേത്ര ചികിത്സയുടെ ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാഴ്ച പ്രശ്നം വരുന്നത് 40-50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ തിമിരം ആണ് പൊതുവെയുള്ളൊരു കാഴ്ച പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. ഇത് ശരിക്കും കണ്ണട വെച്ച് പരിഹരിക്കാൻ കഴിയില്ല, തുളിമരുന്ന് ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിന് ചെറിയൊരു സർജറിയുടെ ആവശ്യമുണ്ട്. ഈ ഒരു ശസ്ത്രക്രിയ നമുക്ക് ഇവിടെ ക്യാമ്പിൽ വെച്ച് ചെയ്യാൻ കഴിയില്ല, ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ തിമിര ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ യോഗ്യരായ കാൻഡിഡേറ്റ്സിനെ ഞങ്ങൾ ഇവിടെ സ്ക്രീനിങ് ക്യാമ്പിൽ വെച്ച് തിരഞ്ഞെടുത്തിട്ട് അവരെ ഏറ്റവും അടുത്തുള്ള ഒരു ദിവസം നമ്മുടെ തിയേറ്ററെല്ലാം ഓപ്പറേഷൻ തിയേറ്ററെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ദിവസം നമ്മുടെ വാഹനം ഇവിടെ കൊണ്ടുവന്ന് വാഹന സൗകര്യം ലഭ്യമാക്കി ഇവിടെയുള്ള തിരഞ്ഞെടുക്ക എല്ലാ തിമിര രോഗികളെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവർക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയ ചെയ്ത് അവരെ തിരികെ അവരുടെ നാട്ടിൽ കൊണ്ട് ഏൽപ്പിക്കുകയും അവർക്ക് തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അത്യാവശ്യം മരുന്നുകളെല്ലാം സൗജന്യമായി കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അവലംബിച്ചു വരുന്നത്. ഇതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം ബ്ലഡ് ഷുഗർ ലെവൽ കൂടി നിൽക്കുന്ന ആൾക്കാർ, രക്തത്തിൽ പഞ്ചസാര അളവ് വളരെയധികം കൂടി നിൽക്കുന്ന ആൾക്കാർ, കണ്ണിനകത്തുള്ള ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ വളരെയധികം കൂടി നിൽക്കുന്ന അവസ്ഥ, ഗ്ലോക്കോമുള്ള ആൾക്കാർക്കൊന്നും നമുക്ക് പെട്ടെന്ന് സർജറി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സർജറിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കാറ്ററാക്റ്റ് അഥവാ തിമിരം ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ കൊണ്ടുപോകുന്ന പേഷ്യൻസിൽ ചിലരെ നമുക്ക് സർജറി ചെയ്യാൻ കഴിയാതെ തിരിച്ചയക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അവർക്ക് തുടർ ചികിത്സ എന്താണ്, ബാക്കി എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിച്ചാൽ അവർ ശസ്ത്രക്രിയയ്ക്ക് യോഗ്യരാകും എന്നുള്ള ഉപദേശവും കൊടുക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ ഈ ക്യാമ്പിൽ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കണ്ണടകൾ ലഭ്യമാക്കുന്നു, സൗജന്യമായിട്ട് മറ്റ് രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഞങ്ങൾ പരമാവധി ജനോപകാരപ്രദമായി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്.